Dear students, good morning. പൊളിറ്റിക്സില് 32ാമത്തെ പാർട്ടായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് 5ാം അധ്യായം നമ്മൾ തുടങ്ങിയത് 32ാമത്തെ പാർട്ടായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഫോർത്ത് ജനറൽ ഇലക്ഷൻ ഇൻ 1967 1967 കാലഘട്ടത്തിൽ നടന്ന 4ാമത്തെ പൊതു തിരഞ്ഞെടുപ്പ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, തുടക്കത്തില് ലാൽ ബഹാദൂർ ശാസ്ത്രി, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി, ഭരണമാറ്റം, ആ കാലഘട്ടത്തിൽ നേരിട്ട വെല്ലുവിളികൾ, ഇതൊക്കെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ചെറിയ തോതിലല്ല വലിയ തോതിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു കാലഘട്ടം അഥവാ ഒരു പുതിയ ഭരണകർത്താവായ ഇന്ദിരാഗാന്ധി അധികാരം ഏറ്റെടുക്കുന്ന കാലഘട്ടം, ശാസ്ത്രീയ മന്ത്രിസഭയിലെ പല ആളുകളും മാറി. പിന്നീട് ഇന്ദിരാഗാന്ധിയിലേക്ക് വരുമ്പോ അതിൻ്റെതായ മാറ്റം, പക്ഷെ പരിചയക്കുറവ് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു. ആ ഒരു കാലയളവിലാണ് അത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവവികാസം. ഈ കാലഘട്ടത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നത്, ചരിത്രത്തിൽ ഇതിനെ ഒരു നാഴികക്കല്ലായിട്ടാണ് കണക്കാക്കുന്നത്. ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് എന്ന് 1967 4ാം പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. 1952 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേധാവിത്വം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ 52 കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുറിച്ച് 40 വർഷം ഭരിച്ച പാർട്ടി എന്ന നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന മേധാവിത്വം, എന്നാൽ അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു ഘട്ടത്തിലാണ് കൊണ്ടുവരുന്നത്. മുതിർന്ന നേതാക്കന്മാരുടെ സഹകരണത്തോടു കൂടിയിട്ട് ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ദിരാഗാന്ധി, അവരുടെ നേതൃപാഠം, പക്ഷെ അവർക്കുണ്ടായിരുന്ന പരിചയം എല്ലാം ചോദ്യചിഹ്നമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 2 പ്രധാനമന്ത്രിമാർ ചെയ്തിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. ലാൽ ബഹാദൂർ ശാസ്ത്രി മരിച്ചു പോയിട്ടുണ്ട്, മൊറാർജി ദേശായി, ഇവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അവർ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. ഇന്ദിരാഗാന്ധി വരുന്ന സമയത്ത് വലിയ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആ വെല്ലുവിളികളിലേക്ക് നോക്കാം. അത്തരം വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ട് ജനഹിതം അനുകൂലമാകണമെങ്കിൽ വെല്ലുവിളികളെ സ്ഥാനങ്ങൾ മറികടക്കുക എന്നതാണ്. അതിന് കഴിയാത്ത ഭരണകർത്താവിനെ സംബന്ധിച്ചുള്ള ജനങ്ങൾ വലിയ ഓപ്പോസിറ്റ് ആയിരുന്നു. പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ വെല്ലുവിളി ഒന്ന് കാലവർഷം ചതിച്ചതാണ്. കാലവർഷം ചതിക്കുക എന്ന് പറഞ്ഞത് അത് കാലക്കേട് എന്ന് മാത്രമേ പറയാവൂ. കാലക്കേട് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പക്ഷെ അത് അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളി. കാലവർഷം ചതിച്ചു. 2 വരൾച്ച. കാലവർഷം ചതിക്കുമ്പോൾ തന്നെ എന്താവുന്നു? വരൾച്ച സ്വാഭാവികമായിട്ടും പ്രകടനം. അതിലൂടെ ഉണ്ടാവുന്നത് എന്താണ്? ഉൽപാദനത്തിലെ ഇടിവ്. അതിന്റെ ഫലം എന്താണ്? ഭക്ഷ്യക്ഷാമം. ഇത് വലിയ ഒരു വെല്ലുവിളിയായിട്ട് ആ കാലഘട്ടത്തിൽ മുഴച്ചു നിന്നു എന്നാണ്, അല്ലെങ്കിൽ മുളച്ചു നിന്നു എന്ന് വേണം പറയാം. കാലം തെറ്റിയുള്ള മഴ, അല്ലെങ്കിൽ മഴ പെയ്യാതിരിക്കുന്ന അവസ്ഥ, അതുപോലെ വരൾച്ച, ഉൽപാദനക്കുറവ്, ഭക്ഷ്യക്ഷാമം, അതുപോലെ തന്നെ നാണയശേഖരം ഇല്ലാതെയായി. നമുക്ക് ഒന്നും സ്വരൂപിച്ചു വെക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഓരോരോ കാലഘട്ടങ്ങളിലേക്ക് എടുത്തു വെക്കാവുന്ന മൂല്യത്തിന്റെ ശേഖരം ഇല്ലാതെയായി. പിന്നെയോ കയറ്റുമതി കുറഞ്ഞു. കയറ്റുമതി ഉത്പാദനങ്ങളിലെ കയറ്റുമതി ചെയ്യാം, അല്ലെങ്കിൽ തന്നെ എന്താണ്? ക്ഷാമമാണ്, കയറ്റുമതി കുറഞ്ഞു. അതുപോലെ തന്നെ സൈനിക ചെലവ് വർദ്ധിച്ചു. സ്വതന്ത്രമൊക്കെ കിട്ടി, നമ്മൾ അതിർത്തികളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ എന്തുണ്ടാവും? അപ്പുറത്തുനിന്ന് വലിയ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. അതിന്റെ ചെലവ് കൂടി. ഇല്ലയോ വിഭവമില്ലായ്മ. വിഭവങ്ങളില്ല, നമുക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ട, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും വിഭവങ്ങളുടെ ലഭ്യത കുറവ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പിന്നെയോ ജനപങ്കാളിത്തമില്ലായ്മ. നിങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണകർത്താവ് നേരിടേണ്ടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ആ കാലഘട്ടത്തിലെ ഒരു ഭരണകർത്താവ് നേരിടേണ്ടത്. സ്വാഭാവികമായിട്ടും അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരുന്ന ഭരണസാരഥ്യം എടുക്കുന്ന ആരായിരിക്കും? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ്.
അല്ലേ? ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് ആരാണ്? അവരാണ്. അതൊക്കെ പിന്നീട് നമുക്ക് ആ ചർച്ച ചെയ്യാം. നിങ്ങള് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയ്ക്കുകയായിരുന്നു. രൂപയുടെ മൂല്യം കുറക്കുക. ഇന്ത്യയിൽ എന്താ ഉണ്ടാവുക? ജനങ്ങൾ പ്രയാസപ്പെടും. മൂല്യം കുറച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ തീരുമാനം. പക്ഷെ 5 രൂപയുടെ സാധനം 7 രൂപയായാൽ ആൾക്ക് 2 രൂപ അധികവും. രൂപയുടെ മൂല്യം കുറക്കണം. മൂല്യം ഉണ്ടാവും ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതെ. അത് കുറച്ച് കൊണ്ടുവന്ന് 5 രൂപയുടെ സാധനം 7 രൂപയ്ക്കുള്ളത് നിൽക്കണം. അത് 5 രൂപയ്ക്കുള്ളത് 4 രൂപയ്ക്ക് ഇങ്ങോട്ടാ വരണേ. അത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ നയിച്ചു. ഇത് നോക്കുന്നത് അമേരിക്ക പോലുള്ള ഇടപെടലുകൾ നോക്കുമ്പോൾ വലിയ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഇടപാടില് എന്തുണ്ട്? ഏറ്റക്കുറിച്ചുകളൊക്കെ ഉണ്ട്. അമേരിക്കയുടെ ഇടപെടലും വലിയ തോതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയെ സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതര രാഷ്ട്രങ്ങളുടെ, യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ വലിയ തരത്തിൽ ഇന്ത്യയെ ബാധിക്കുമ്പോൾ ഇന്ത്യക്ക് അതിനെ മറികടക്കുക എന്നല്ല അത്ര എളുപ്പമുള്ള കാര്യമില്ല. അമേരിക്ക ഇടപെട്ടതാണ് പലപ്പോഴും ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്, വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ഒരു നിഗമനത്തിലും അവിടെ എത്തിയെന്നതാണ്. മാത്രമല്ല പല വികസിത രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യൻ വിപണിയിലേക്ക് കൈയടക്കി അല്ലാതെ രാജ്യത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവിക ജനങ്ങൾ പ്രതികരിക്കും. സോ ഇന്ത്യയിൽ അത് സംഭവിച്ചു എന്നതാണ്. ബന്ധും ഹർത്താലും ഇന്ത്യയിൽ നിരന്തരമായിട്ടുണ്ട്. ഇതിനൊക്കെ തടയിടുക, ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഒരു ഭരണം കാഴ്ചവെക്കുക, ഇതേതൊരു ഭരണകർത്താവിന്റെയും ആഗ്രഹമാണ്. പക്ഷേ അതിനു മുന്നിൽ ധാരാളം വെല്ലുവിളികളാണ് ഭരണകർത്താക്കൾക്ക് നേരിടേണ്ടതായിട്ട് വന്നത് എന്നതാണ്. ക്ഷോഭങ്ങളുണ്ടായി, ജനരോഷം ആളി കത്തി. മാത്രവുമല്ല ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നു. ഇതിലെ ഭരണമുന്നണിക്കെതിരെ പ്രതിപക്ഷം എന്ത് ചെയ്തു? ശക്തമായി രംഗത്ത് വന്നു. കാരണം ഇതൊന്നും ശരിയായ രൂപത്തിൽ പരിഹാരം കാണാൻ കഴിയില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായി. അവർ ശക്തമായിട്ട് രംഗത്ത് വന്നു. അന്നത്തെ പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളൊക്കെ ആ കാര്യത്തിൽ ഒരുമിച്ചു. ഒറ്റക്കെട്ടായി. അങ്ങനെയാണ് പാർട്ടിയിൽ, അങ്ങനെയാണല്ലോ. നമുക്ക് ലൈവായിട്ട് നമുക്ക് അറിയുന്ന പല കാര്യങ്ങളും ഭരണപക്ഷത്തിനെതിരെ കിട്ടിയാൽ പ്രതിപക്ഷം ഒന്നാകെ ചെയ്യും. ആശയപരമായ എന്തുണ്ടാവും? വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് വേണ്ടി അവര് ഒന്നാവും. ഇവിടെ അത് സംഭവിച്ചതാണ്. രൂക്ഷമായ ഹിന്ദു മുസ്ലിം കലാപമുണ്ടായി. അവിടെ വർഗീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ അവിടെ ഉടലെടുക്കാൻ തുടങ്ങി. വലിയ തോതിൽ അതിനെതിരെ ശബ്ദമുയർന്നു. ഇന്ദിരാഗാന്ധി ആ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടു. അവർക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രൂക്ഷമായ പ്രതിസന്ധി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് 67 പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം അവിടെ ഗ്രാഫിക് ചാർട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾ അത് നോട്ട് എഴുതുമ്പോൾ എഴുതി കാണിക്കും. അവിടെ ഒരു ഗ്രാഫിക് ചാർട്ട് രൂപത്തില് 4 സെക്ഷനായിട്ട് ഇങ്ങനെ വരച്ചിട്ട് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ എന്തിയാണ് അതിലേക്ക് എടുത്ത് എഴുതുന്നത്. നിങ്ങളുടെ കൂടുതൽ എഴുതി കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതിൽ ഒരു ഗ്രാഫിക് ചാർട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എഴുതി നോട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് 4ാമത്തെ ഇലക്ഷൻ. വലിയ പ്രതിസന്ധികൾ അവർ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. 4ാമത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ എന്തെല്ലാം അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, ഡൗട്ട്സുകൾ